എത്തീസം ഒരു നിഷേധ പ്രസ്ഥാനമാണ്. ലോകത്ത് എത്തീസമല്ലാത്ത നിരവധി ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട് നമുക്ക് യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എത്തീസമല്ലാത്ത ഏത് ആശയധാരയും എന്തോ ഒന്നിനെ പോസിറ്റീവായി സമൂഹത്തിൽ സ്ഥാപിക്കാൻ, ജനമനസ്സുകളിൽ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവയാണ്. പക്ഷെ എത്തീസം അങ്ങനെയല്ല. എത്തീസത്തിൻ്റെ നിഷേധമാണ്. ദൈവമില്ല, മതമില്ല എന്ന് പറയുക, ഇതാണ് എത്തീസത്തിൻ്റെ ആകസാരം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് എന്നതിന് എത്തീസം പറയാറുള്ളൊരു മറുപടിയുണ്ട്. പക്ഷെ അത് അവർക്ക് തന്നെ മതിയായതോ തൃപ്തികരമോ ആയ മറുപടിയല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ തുടർന്ന് പറയാം. അവർ പറയാറുള്ള മറുപടി സയൻസ് ആണ് ഞങ്ങളുടെ, അല്ലെങ്കിൽ യുക്തി, എത്തീസ്റ്റുകളുടെ അവർ തന്നെ സ്വീകരിച്ചിട്ടുള്ള, വരിച്ചിട്ടുള്ള ടൈറ്റിൽ യുക്തിവാദികൾ എന്നാണ്. പുതിയ എത്തീസ്റ്റുകൾ പൊതുവെ അത് ഉപയോഗിക്കാറില്ല. അവര് നാസ്തികർ എന്ന ടൈറ്റിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതാണ് അതിനോട് കുറെ കൂടി നീതി പുലർത്തുന്നത്. അപ്പൊ യുക്തി എന്നവർ പറയുന്നത് യഥാർത്ഥത്തിൽ യുക്തി അവർ പറയുന്ന ആ കാര്യമല്ല. മനുഷ്യന്റെ അറിവിന് വ്യത്യസ്തങ്ങളായ സ്രോതസ്സുകളുണ്ട്. അതിൽ വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള രണ്ട് സ്രോതസ്സുകളാണ്. ഒന്ന് അനുഭവജ്ഞാനം, എംപരിക്കലായിട്ടുള്ള അറിവ്, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇത് അറിവിന്റെ ഒരു സ്രോതസ്സാണ്. മറ്റൊന്ന് യുക്തിയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വേറെ ഒരു അനുമാനത്തിലെത്തുന്നു. നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം അല്ല, അതിൽ നിന്ന് വേറെ ഒരു അനുമാനത്തിൽ നമ്മൾ എത്തുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അറിവുകൾ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒരു വെള്ളത്തിലേക്ക് സ്കെയില് അല്ലെങ്കിൽ ഒരു കഷ്ണം, ഒരു തടിയുടെ കഷ്ണം, ഒരു പരന്ന കഷ്ണം നമ്മൾ ആ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചാൽ അത് വളഞ്ഞിരിക്കുന്നതായിട്ടാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. യഥാർത്ഥത്തിൽ അത് വളഞ്ഞിരിക്കുന്നില്ല എന്ന് യുക്തിബോധം വെച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വേറെ ഒരു കാര്യം അനുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. അനുഭവത്തെയും യുക്തിയെയും ചേർത്തിട്ടാണ് ഇന്ന് സയൻസ് പ്രവർത്തിക്കുന്നത്. ആദ്യകാലത്തെ യുക്തിവാദികൾ, ഇപ്പൊ ഇന്ത്യയിലെ ആദ്യകാല യുക്തിവാദികളാണ് ചാർവാകന്മാർ. അവര് യുക്തിയെ തന്നെ നിഷേധിച്ചവരാണ്. അനുഭവം മാത്രമാണ് അറിവിന്റെ സ്രോതസ് എന്നതായിരുന്നു ചാർവാകന്മാരുടെ വാദം. അതുകൊണ്ട് തന്നെ ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങളെ അവർ നിരാകരിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നല്ല, ആദ്യകാല ശാസ്ത്ര പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, പര്യവേക്ഷണങ്ങൾ ഒക്കെ നടത്തിയത് ഭൗതികവാദികളല്ല, അക്കാലഘട്ടത്തിലെ ഭൗതികവാദികളല്ല, മറിച്ച് മതവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ക്രിസ്ത്യൻ ചർച്ചുമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇപ്പോ ഇസ്ലാമിക നാഗരികതയിലെ ശാസ്ത്ര സംഭാവനകളെ കുറിച്ച് ഇവിടെ ധാരാളമായി പറയപ്പെട്ടു. അത് മാത്രമല്ല, ഇപ്പൊ ജനിതക ശാസ്ത്രം അത് കണ്ടെത്തുന്നത് ഒരു പാതിരിയാണ്. ഗ്രിഗർ മെൻഡർ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ, ക്രൈസ്തവ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ആ പ്രവർത്തനങ്ങൾക്കിടയിലാണ് അത് കണ്ടെത്തുന്നത്. മതവുമായിട്ടാണ് എപ്പോഴും അതിന്, ശാസ്ത്രത്തിന് ബന്ധമുണ്ടായിരുന്നത്. കാരണം അക്കാലത്തും ഭൗതികവാദികളുണ്ട്. ഭൗതികവാദികൾ പറഞ്ഞിരുന്നത് ഇതിന്റെ ഒന്നും കാര്യമില്ല, നമ്മളിങ്ങനെ അന്വേഷിക്കുക, കാണുന്നതും അനുഭവിക്കുന്നതുമല്ലാത്ത കാര്യങ്ങളുടെ പിറകെ പോവുക, ഇതിലൊന്നും കാര്യമില്ല എന്നതായിരുന്നു അക്കാലഘട്ടത്തിലെ ചാർവാകന്മാർ ഉൾപ്പെടെയുള്ള ഭൗതികവാദികളുടെ വാദം. അപ്പൊ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവവും യുക്തിയും ചേർന്നിട്ടാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഉൾപ്പെടെയുള്ള മതവിശ്വാസികൾ എക്കാലത്തും യുക്തിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നവരാണ്. അനുഭവം മാത്രമല്ല, മറിച്ച് അനുഭവങ്ങളിലൂടെയുള്ള അനുമാനങ്ങൾ വളരെ പ്രധാനമാണ് എന്നതായിരുന്നു ആ കാലത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെയൊക്കെ എക്കാലത്തെയും അഭിപ്രായമെന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ അറിവിന്റെ ഏക സ്രോതസ്
സയൻസാണ് എന്നതാണ് യുക്തിവാദികൾ എന്നവകാശപ്പെടുന്ന നിരീശ്വരവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയം. പക്ഷെ അതിൻ്റെ ഒരു പ്രതിസന്ധി, ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യന് എല്ലാ കാര്യങ്ങളിലും തീർപ്പിലെത്താൻ കഴിയുകയില്ല എന്നതാണ്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായ മൊറാലിറ്റി, ധാർമ്മികത എന്നത് സയൻസ് കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രൂവ് ചെയ്യാൻ കഴിയുന്നതല്ല. അത് വളരെ ലളിതമായൊരു കാര്യമാണ്. E=mc² എന്നത് സയൻസാണ്, ഫിസിക്സ് ആണ്. അതുപയോഗിച്ചിട്ട് ആറ്റമിക് എനർജി ഉണ്ടാക്കാം, ആറ്റം ബോംബ് ഉണ്ടാക്കാം. ഇത് E=mc² ഉപയോഗിച്ചിട്ട് ആറ്റമിക് എനർജി ഉണ്ടാക്കണോ, ആറ്റം ബോംബ് ഉണ്ടാക്കണോ എന്ന് നമ്മൾ ശാസ്ത്രത്തോട് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉത്തരവൊന്നും ലഭിക്കില്ല. കാരണം അത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല എന്നതാണ്. അതേപോലെ വിശക്കുന്ന ഒരു മനുഷ്യൻ, ആ വിശപ്പെന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് എന്താണ് എന്ന് ഈ സദസ്സിനറിയാം. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും എനർജി ആവശ്യമായിരിക്കുന്നു. ആ സന്ദേശം തലച്ചോറിന് നൽകുന്നു, തലച്ചോറ് ആ സന്ദേശം തിരിച്ച് ശരീരത്തിന് നൽകുന്നു. എപ്പോഴാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത്? അങ്ങനെ എനിക്ക് വിശക്കുന്നൊരു സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം, പൊതിച്ചോറ് ഉണ്ട് എന്ന് കരുതുക. അപ്പോഴാണ് എന്നെപ്പോലെ വിശക്കുന്ന, അല്ലെങ്കിൽ എന്നെക്കാൾ വിശക്കുന്ന ഒരാള് കടന്നു വരുന്നത്. എനിക്ക് വിശപ്പുണ്ട്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശാസ്ത്രീയമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിശപ്പ് എന്നത് ശാസ്ത്രീയമായിട്ട് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു, നമുക്കറിയാം. പക്ഷെ അതിന്റെ ശാസ്ത്രീയമായ ഉത്തരം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മനുഷ്യത്വമുള്ള ഏത് മനുഷ്യനും രണ്ടിലൊരു കാര്യം ചെയ്യും. ഒന്നുകിൽ തൻ്റെ ഭക്ഷണം തന്നെപ്പോലെ വിശക്കുന്ന, അല്ലെങ്കിൽ തന്നെക്കാൾ വിശക്കുന്ന മറ്റൊരാളുമായിട്ട്, ആ കടന്നു വന്ന ആളുമായിട്ട് പകുത്തു കഴിക്കും. ഇനി കുറെ കൂടി ഉയർന്ന മാനുഷിക ബോധം നമുക്കുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മൾ അയാൾക്ക് നൽകും. പക്ഷെ ഇതിനൊരു ശാസ്ത്രീയതയുമില്ല. ഇത് വളരെ അശാസ്ത്രീയമായ ഏർപ്പാടാണ്. ലോകത്തെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ജീവിക്കുന്നത് ഒരു എത്തീസ്റ്റുമല്ല. കേരളത്തിലെ പല ധാരകളിലുള്ള യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എസൻസുകാരോ കേരള യുക്തിവാദി സംഘത്തിന്റെ ആളുകളോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകളോ ഒന്നുമല്ല ഏറ്റവും ശാസ്ത്രീയമായിട്ട് ജീവിക്കുന്നത്. മൃഗങ്ങളാണ്, ജീവികളാണ്. അവർ വളരെ സയന്റിഫിക് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജീവിയും അതിന്റെ ഭക്ഷണം മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യില്ല, ത്യജിക്കില്ല. ത്യജിക്കുന്നതില് ഒരു ശാസ്ത്രീയതയുമില്ല. വളരെ അശാസ്ത്രീയമായ ഏർപ്പാടാണത്. യുക്തിവാദികൾ മതത്തിലെ പല വിഷയങ്ങളെയും പരിഹസിക്കുന്നതിന്റെ ഒരു ചേതോവികാരം എന്ന് പറയുന്നത് ഇതാണ്. കാരണം അവരുടെ ഒരു ഭാവനയിൽ, അവരുടെ ഒരു ആശയലോകത്ത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തിനാണ് ആളുകൾ ത്യജിക്കുന്നത്. രക്തസാക്ഷ്യത്തെയൊക്കെ അങ്ങേയറ്റം അവർ അപഹസിക്കുന്നത് കാണാൻ പറ്റും. കാരണം അവർക്കത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ ഈ കോഴിക്കോട് നഗരത്തില് നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മാൻഹോളിൽപ്പെട്ട അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് മരിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു യുക്തിവാദത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ, യുക്തിവാദം എന്ന് ഞാനിവിടെ പറയുന്നത് സാധാരണ വൈജ്ഞാനികമായ അർത്ഥത്തിലുള്ള യുക്തിവാദമല്ല. ആ അർത്ഥത്തില് മതവിശ്വാസികൾ യുക്തിവാദികളാണ്. കോട്ടൻകോട്ട് യുക്തിവാദി അഥവാ നിരീശ്വരവാദി എന്ന അർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന യുക്തിവാദി. ആ നിരീശ്വരവാദം അനുസരിച്ചിട്ട് വളരെ വലിയ മണ്ടത്തരമാണ് നൗഷാദിനെ പോലുള്ള ആളുകള് കാണിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സയൻസാണ് അറിവിന്റെ ഏക സ്രോതസ് എന്നതാണ് എത്തീസത്തിന്റെ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിമിതി, അതിന്റെ വിശകലനങ്ങൾ ഞാൻ പറയാം. അപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യന് ശാസ്ത്രം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. ശാസ്ത്രം വളരെ പ്രധാനമാണ്. പക്ഷേ ശാസ്ത്രം പ്രധാനമായിരിക്കെ തന്നെ ശാസ്ത്രം കൊണ്ട് മാത്രം ജീവിക്കുക ഒരു മനുഷ്യനും സാധ്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ എന്തോ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് എന്താ അവർ ചെയ്യുന്നത്? മനുഷ്യന്റെ മെറ്റീരിയലായ വളർച്ചക്ക്, നിലനിൽപ്പിന്, ജീവിതത്തെ സുഗമമാക്കാൻ ശാസ്ത്രം അനിവാര്യമാണ്. മറ്റൊന്ന്, ഈ ശാസ്ത്രം ഉപയോഗിച്ചിട്ട്, ശാസ്ത്രത്തെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട്
അവർ ചെയ്യുന്നത് ദൈവത്തെയും മതത്തെയും ഒക്കെ നിഷേധിക്കുക എന്നതാണ്. അപ്പൊ ദൈവത്തെയും മതത്തെയും ഒക്കെ നിഷേധിച്ചു, ഓക്കെ, ഇനി എന്താണ്? അതിന് ഒരു ഉത്തരം ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിനും മതത്തിനും അതിന് ആരെന്ത് കുറ്റം പറഞ്ഞാലും അത് മനുഷ്യന്റെ ജീവിതത്തില് ക്രിയാത്മകമായി, പോസിറ്റീവായി, നിർമ്മാണാത്മകമായി ഇടപെടുന്നൊരു കാര്യമാണ്. അപ്പൊ ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അപ്പൊ സ്വാഭാവികമായും എത്തീസത്തിന് സ്വയം ഒരു നിലനിൽപ്പില്ല. അത് മറ്റേതെങ്കിലും ആശയങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടി വരും. ഇന്ത്യയിലെയും കേരളത്തിലെയും എത്തീസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന് 3 ഘട്ടങ്ങളുണ്ട്. അത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് ഇന്ന് അനുഭവപ്പെടും. ഇന്ത്യയിലെയും കേരളത്തിലെയും എത്തീസത്തിന്റെ ആരംഭഘട്ടം എന്ന് പറയുന്നത് അത് ഇസ്ലാമുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഘട്ടമാണ്. ഇന്ത്യൻ യുക്തിവാദത്തിന്റെ വലിയ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന തമിഴ്നാട്ടിലെ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ നിരന്തരമായിട്ട് മതവിരുദ്ധ പ്രചാരണം നടത്തിയിരുന്ന ആളാണ്. പക്ഷെ അതേസമയം അദ്ദേഹം അധസ്ഥിതരാക്കപ്പെട്ട മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ജാതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം എന്നായിരുന്നു. ദൈവമില്ല, ഇവർ പറയുന്ന ദൈവമില്ല, മതമില്ല, പരലോകമില്ല, ഇതൊക്കെ കെട്ടുകഥയാണ് എന്നാവർത്തിച്ച് പറയുമ്പോഴും പെരിയോർ പറഞ്ഞിരുന്നത് ജാതി പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം എന്നാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കേരളത്തിലെ യുക്തിവാദികൾ, ആദ്യകാല യുക്തിവാദികൾ, അതിലെ ഒരു വലിയ ധാര ഇസ്ലാമിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അത് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നത് ജാതിയെയാണ്. ജാതി പരിഹരിക്കാൻ കഴിയുന്ന, ഏറ്റവും ചുരുങ്ങിയത് ജാതി വിരുദ്ധ പോരാട്ടത്തില് സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരാശയധാരയാണ് ഇസ്ലാം എന്നവർ മനസ്സിലാക്കുകയും അവരതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഇന്നും യുക്തിവാദത്തിനകത്ത് അങ്ങനെയുള്ളൊരു ചെറുധാരയെ കാണാൻ സാധിക്കും. അപ്പൊ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നു. കാരണം സമൂഹത്തെ നിർമ്മിക്കണമെങ്കിൽ ദൈവമില്ല, മതമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മതിയാവുകയില്ല, എന്തുണ്ട് എന്ന് പറയേണ്ടി വരും. നന്ന ചുരുങ്ങിയത് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്ന ആരോടെങ്കിലും ചേർന്ന് നിൽക്കേണ്ടി വരും എന്നതാണ് കാര്യം. രണ്ടാമത്തെ ഘട്ടം, എത്തീസത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷവുമായിട്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഘട്ടമാണ്. പവനനും കലാനാഥനും ഇന്നും ജീവിച്ചിരിക്കുന്ന ഇടതുപക്ഷ യുക്തിവാദികൾ ആ സ്വഭാവത്തിൽ ഉള്ള ആളുകളാണ്. ആ ധാര ഇന്നും സാമാന്യം പ്രബലമായിട്ട് ഉണ്ട്. അവർക്ക് വലിയ ആൾഫലങ്ങളും വലിയ സമ്പത്തും സന്നാഹങ്ങളും ഒന്നുമില്ലെങ്കിലും ആ ധാര നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം യുക്തിവാദത്തിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയവുമായിട്ട്, ലോകത്തിലെ സാമ്രാജ്യത്വ വംശീയ രാഷ്ട്രീയവുമായിട്ട്, അതേപോലെ മുതലാളിത്തവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഘട്ടമാണ്. അതാണ് ഈ ന്യൂ എത്തീസ്റ്റുകൾ, നവനാസ്തികർ പ്രതിനിധീകരിക്കുന്നത്. കൃത്യമായി അതിനെയാണ്. നമ്മുടെ നാട്ടിലെ എസെൻസ്, ലോകത്ത് റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അതാണ്. എത്തീസത്തിന്റെ സത്തയോട് യഥാർത്ഥത്തിൽ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ആ കാര്യമാണെന്ന് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അറിവിന്റെ ഏക സ്രോതസ് ശാസ്ത്രം മാത്രമാണ് എന്നതാണ് എത്തീസത്തിന്റെ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാം പറയുന്നത് തീർച്ചയായും അറിവിന്റെ സ്രോതസ്സുകളിൽ ഒരു സ്രോതസ്സാണ് അനുഭവജ്ഞാനവും അനുഭവജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള അനുമാനമായ യുക്തിബോധവും എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, അറിവിന്റെ പല സ്രോതസ്സുകളിൽ ഒരു സ്രോതസ് മാത്രമാണത്. എത്തീസം ചെയ്തത് അറിവിന്റെ പല സ്രോതസ്സുകളിൽ ഒന്ന് മാത്രമായ, അവർ യുക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ശാസ്ത്രം എന്ന് പറയുന്ന കാര്യത്തെ ഏക സ്രോതസ്സായിട്ട് കണക്കാക്കി
എന്നതാണ് എത്തീസത്തിന്റെ ഏറ്റവും വലിയ പരിമിതി, അല്ലെങ്കിൽ അതിന്റെ പ്രതിസന്ധി, അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും വഹിയ്, മറ്റു പലതരത്തിലുള്ള അറിവിൻ്റെതായ സ്രോതസ്സുകൾ പ്രധാനമാണ്. അങ്ങനെ മാത്രമേ മനുഷ്യർക്ക് കാര്യങ്ങളെ, ജീവിതത്തെ, അതിൻ്റെ ഒരു ദർശനത്തെ, ഫിലോസഫിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. സ്വാഭാവികമായിട്ടും ദൈവമില്ല, മതമില്ല എന്ന് വരുമ്പോൾ പിന്നെ വന്നു ചേരുന്നൊരു കാര്യം, മനുഷ്യർ ഏകോദര സഹോദരന്മാരാണ്. സാഹോദര്യം, സമത്വം, കൃപ, ദീനാനുകമ്പ, കാരുണ്യം, ഇതിനൊന്നും യഥാർത്ഥത്തില് പ്രസക്തി ഉണ്ടാവുകയില്ല. ബുദ്ധിപരമായി തന്നെ, യുക്തിപരമായി തന്നെ പ്രസക്തി ഉണ്ടാവുകയില്ല എന്നതാണ്. അപ്പൊ മനുഷ്യരെല്ലാവരും തുല്യരാണ്. ഇതിനൊരു ശാസ്ത്രീയതയുമില്ല. ഏറി വന്നാൽ പറയാവുന്ന ശാസ്ത്രീയത ഒരു സ്പീഷീസ് ആണ് എന്നതാണ്. ആയിക്കോട്ടെ, ഒരു സ്പീഷീസ് ആയതുകൊണ്ട് എങ്ങനെയാണ് തുല്യരാവുക? യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട്, യുക്തിപരമായിട്ട് ആലോചിച്ചാൽ ബോധ്യപ്പെടുക മനുഷ്യർ തുല്യരല്ല എന്നാണ്. ആണും പെണ്ണും ഒരിക്കലും തുല്യരല്ല. ബുദ്ധിശക്തിയിൽ ലോകത്തുള്ള മനുഷ്യർ തുല്യരല്ല, കായിക ശക്തിയിൽ തുല്യരല്ല, സർഗസിദ്ധികളിൽ തുല്യരല്ല. അപ്പൊ മനുഷ്യർ തുല്യരാണ് എന്നത് ഒരു ശാസ്ത്രീയമായ സത്യമല്ല, മറിച്ച് അതൊരു സങ്കല്പനമാണ്. ആ സങ്കല്പനം എവിടെ നിന്ന് ലഭിക്കുന്നു? യുവോ നോവോ ഹരാരി അദ്ദേഹത്തിന്റെ സാപ്പിയൻസില് വളരെ മനോഹരമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ആധുനിക പ്രത്യയശാസ്ത്രങ്ങളെ 3 മതങ്ങളായിട്ടാണ് കാണുന്നത്: കമ്മ്യൂണിസം, ലിബറലിസം, ഫാഷിസം എന്ന്. ഇതില് ലിബറലിസമാണ് നമ്മൾ മുതലാളിത്തം എന്ന് വിളിക്കുന്ന സെക്കുലർ ക്യാപിറ്റലിസം. അതാണ് മനുഷ്യരെല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. ഓരോ വ്യക്തിക്കും ഒരു സോൾ, ഒരു ആത്മാവുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു സെൽഫ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം പറയുന്നു. വളരെ ഭൗതികമായി, മെറ്റീരിയൽ ആയിട്ടാണ് ആ കാര്യം പറയുന്നത്. ഹരാരി ചോദിക്കുന്നത്, എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് ആര് പറഞ്ഞതാണ്? ഇതിനെന്താണ് തെളിവ്? ഇതാകെ കൂടി മതങ്ങൾ പറയുന്ന, പ്രത്യേകിച്ച് യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം, സെമിറ്റിക് മതങ്ങൾ പറയുന്ന എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണ്, എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആശയത്തിന്റെ ഒരു പാരഡിയാണ്, ഒരു സെക്കുലർ ട്രാൻസ്ലേഷനാണ്. അല്ലാതെ അതിന് യുക്തിപരമായ, മെറ്റീരിയലായ ഒരു നിലനിൽപ്പുമില്ല. ഈ കാര്യം പറഞ്ഞാൽ ലിബറലുകൾ യഥാർത്ഥത്തിൽ നാണിക്കും എന്ന് ഹരാരി പറയുന്നുണ്ട്. അതുപോലെ മനുഷ്യരെല്ലാവരും തുല്യരാവണം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ഐഡിയ ഇതെവിടെ നിന്ന് ലഭിച്ചതാണ്? ഇതിനെക്കുറിച്ച് എത്രയോ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബർട്രൻഡ് റസലിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനം എന്ന് പറയുന്ന ഒരു യഹൂദ മാതൃക എക്കാലത്തും അടിച്ചമർത്തപ്പെട്ടവരെ പ്രലോഭിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മാർക്സിന് യഥാർത്ഥത്തിൽ ബൈബിളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ആശയമാണ്. അല്ലാതെ അതൊരിക്കലും മാർക്സ് തന്നെ വിചാരിക്കുന്നത് പോലെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്തിനാണ് അടിച്ചമർത്തപ്പെട്ടവരെയൊക്കെ കൂടി നമ്മൾ കഷ്ടപ്പെട്ട് വിമോചിപ്പിക്കുന്നത്? അതിനെന്ത് യുക്തിയാണുള്ളത്? എന്ത് ശാസ്ത്രീയതയാണുള്ളത്? ഈ കാര്യമാണ് ഇപ്പോൾ വലതുപക്ഷ യുക്തിവാദികൾ തിരിഞ്ഞു നിന്നിട്ട് ഇടതുപക്ഷ യുക്തിവാദികളോട് ചോദിക്കുന്നത്. ആ സംവാദത്തില് ഇടതുപക്ഷ യുക്തിവാദികൾ വിജയിക്കാൻ പോകുന്നില്ല. കാരണം അതിനൊരു യുക്തിയുമില്ല, അതൊരു മതപരമായ ആശയമാണ് എന്നതാണ് കാര്യം. അപ്പോ ഇസ്ലാമും എത്തീസവും വേർതിരിയുന്നത് അറിവിന്റെ ഏക സ്രോതസ് ശാസ്ത്രമാണ് എന്നവർ പറയുമ്പോൾ ഇസ്ലാം പറയുന്നത് തീർച്ചയായും അറിവിന്റെ സ്രോതസ് ശാസ്ത്രം ഒരു സ്രോതസ്സാണ്. പക്ഷെ ശാസ്ത്രം മാത്രമല്ല, വേറെയും സ്രോതസ്സുകൾ അറിവിനുണ്ട്. ആ സ്രോതസ്സുകളെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മനുഷ്യ ജീവിതത്തെ, മനുഷ്യന്റെ റിക്വയർമെന്റുകളെ, ധാർമ്മികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പൂർണ്ണമാക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ അഭാവത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ മനുഷ്യനെ സങ്കല്പിച്ചാൽ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യനെ സങ്കല്പിച്ചാൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ദൈവം മരിച്ചു എന്ന് പറഞ്ഞ നീഷെ തന്നെയാണ് മനുഷ്യൻ മരിച്ചിരിക്കുന്നു. ഇവിടെയുള്ളത് സൂപ്പർമാനാണ്. ആരാണ് സൂപ്പർമാൻ? കൂടുതൽ ശക്തിയുള്ള ആള്. അവര് ദുർബലരെ കീഴ്പ്പെടുത്തണം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എന്ന് കാണാൻ കഴിയും.
അതുകൊണ്ട് തന്നെ ദൈവം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലാതാവുക, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യൻ എന്ന സങ്കല്പം ഇല്ലാതാവുക എന്നതായിരിക്കും അതിന്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.